again. It's a rich thing. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളത്തെ മഴകൾക്ക് ശേഷം ഇന്ന് കുറച്ച് നല്ല വെയിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് തുണികളും ബെഡ്ഷീറ്റും ഒക്കെ എടുത്തൊന്ന് കഴുകാമെന്ന്. കുറേ നാളായിട്ട് ഈ ഒരു ബെഡ്ഷീറ്റ് തന്നെ ഈ മഴയൊക്കെ ആയതുകൊണ്ട് ഉണങ്ങുന്ന പാടുകൊണ്ട് ഞാനിതൊന്നും കഴുകിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ എടുത്തൊന്ന് കഴുകാമെന്ന്. അപ്പം ഞാൻ അതൊക്കെ എടുത്തൊന്ന് കഴുകാൻ വേണ്ടി എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ പുതിയൊരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ഞാൻ മറ്റേ വേറൊരു ബെഡ്ഷീറ്റും കൂടി ഞാനെടുത്ത് മടക്കി വെച്ച്, അത് ഞാൻ എന്തിനാണ് മടക്കിയതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ അതെടുത്ത് കൊണ്ടുപോയി മാറ്റിയിട്ടുണ്ട് കഴുകാൻ വേണ്ടി. അപ്പോൾ കഴുകാൻ വേണ്ടി ഞാൻ തുണികളെല്ലാം ഒന്ന് എടുത്ത് വെച്ചപ്പോഴാണ് പിന്നെയും മഴ പെയ്യുന്നത്. ഇങ്ങനെ മഴ ചാറുവാണ്, വലിയ മഴയില്ല എന്നാലും ചാറുവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ബെഡ്ഷീറ്റ് മാത്രം കഴുകാം, എല്ലാ തുണിയോടി കഴുകാണ്ട് ബെഡ്ഷീറ്റ് ആവശ്യമുള്ള സാധനങ്ങളെടുത്ത് മാത്രം കഴുകാമെന്ന് വെച്ചാൽ ബെഡ്ഷീറ്റ് മാത്രം വേണ്ടി കഴുകാൻ വേണ്ടി പോയി. അപ്പോൾ ഈ കഴുകുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു കുറച്ച് എണ്ണയൊക്കെ തേക്കാമെന്ന്. തലയിൽ എണ്ണ ഞാൻ തേക്കുന്നത് ചില എന്തോ അവധിയുള്ള ദിവസങ്ങളിൽ മാത്രമൊക്കെ ആയിരിക്കും. ഈ ശനി ഞായർ അങ്ങനെയുള്ള ദിവസങ്ങളിലായിരിക്കും കുറച്ച് നന്നായിട്ട് അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തലയിൽ തേച്ചിട്ട് തുണി കഴിയുമ്പോഴത്തേക്ക് തല കുറച്ച് നേരം ഇരിക്കുകയും ചെയ്യും. തലയിലോട്ടേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലുമെന്നൊക്കെ വിചാരിച്ച് ഞാൻ തലയിൽ എണ്ണയൊക്കെ ഒന്ന് തേച്ചു. ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ പുതിയൊരു എണ്ണയാണ് തേക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പം ഇനി അതിന് ശേഷം ഞാൻ തുണി മുക്കി വെക്കാൻ വേണ്ടി പോയി കുറച്ച് നേരം ഒന്ന് മുക്കി വെക്കാമെന്ന് വിചാരിച്ചു. ബെഡ്ഷീറ്റൊക്കെ അല്ല, അല്ലാതെ കഴുകുമ്പോൾ അതിൻ്റെ അഴുക്കൊന്നും പോകത്തില്ല. അപ്പം ഞാൻ കുറച്ച് നേരം സോപ്പൊടിക്കകത്തൊന്ന് മുക്കി വെക്കാൻ വേണ്ടിയിരുന്നു. ഒരു 5-10 മിനിറ്റ് മുക്കി വെച്ച് അതിൻ്റെ ഇടയിലാണ് ഞാൻ പോയിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡൊക്കെ ചെയ്തായിരുന്നു. ഒരു സ്റ്റഡി വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ രാവിലെ ഇന്ന് പഠിച്ചതിൻ്റെ. അപ്പം അതൊക്കെ എന്നിട്ട് അതിന് ശേഷം തുണിയൊക്കെ ഒന്ന് കഴുകി തുണിയൊക്കെ ഒന്ന് വിരിച്ച് തുണിയൊക്കെ വിരിച്ചിടാൻ നേരത്ത് പിന്നെയും വെയിൽ വന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ചാറ്റൽ വന്നു. എന്നാലും വെയിൽ പിന്നെ നന്നായിട്ട് വന്നു, വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത വെയിലായിരുന്നു. പിന്നെ അതായത് ഈ ശനിയല്ല വെള്ളിയാഴ്ച തൊട്ട്, അതായത് നാളെ തൊട്ട് ഒരു ഞായറാഴ്ച വരെ ഒരു സ്റ്റഡി ചലഞ്ച് എന്നൊക്കെ പറയുന്ന പോലെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസത്തേക്ക് ശനി തൊട്ടൊരു ഞായറാഴ്ച വരെ മാത്രമായിട്ട്, അതായത് നാളെ തൊട്ട് തുടങ്ങാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോഴെങ്കിലും ഞാൻ കുറച്ച് നേരം പഠിക്കും എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഞാൻ നന്നായിട്ട് പഠിക്കുന്നില്ല. നന്നായിട്ടല്ല, ഒട്ടും ഞാൻ ബുക്കുകളൊന്നും തുറന്നു നോക്കാറില്ല, ഇടയ്ക്കെങ്ങാനും നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം മിസ് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് പഠിക്കാനൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടത്തില്ലേ. വീഡിയോയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും നമ്മൾ അത്രയും നേരം ഇങ്ങനെ ഇരുന്ന് പഠിക്കുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാനും. അതിനുശേഷം തുണിയൊക്കെ കഴുകിയിട്ടതിന് ശേഷം ഞാൻ പോയി കുളിച്ച് പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കയറി കിടന്ന് ഉറങ്ങി. പിന്നെ എഴുന്നേറ്റ് ഒരു 6 മണി 7 മണിയൊക്കെ ആയപ്പോഴാണ് പിന്നെ ഞാൻ കുറച്ച് നേരം പഠിക്കാനുണ്ടായിരുന്നു, അതൊക്കെ എടുത്തൊന്ന് പഠിച്ചു. അപ്പോഴാണ് ഞാനൊരു മുട്ടായിയുടെ കാര്യം ഓർത്തത്. ഫ്രിഡ്ജിൽ ഇരിക്കുമായിരുന്നു. പിന്നെ ഞാൻ ആ മുട്ടായിയൊക്കെ എടുത്തൊന്ന് കഴിച്ച് രാത്രിത്തെ ഫുഡ് ചോറുമായിരുന്നു. അപ്പോൾ ചോറൊക്കെ ഒന്ന് കഴിച്ചിട്ട് കയറി കിടന്ന് തുടങ്ങി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.